ലണ്ടനിലെ ആഡംബര മൈതാനങ്ങളിൽ നിന്ന് റഹീം സ്റ്റെർലിംഗ് ഒടുവിൽ പടിയിറങ്ങാൻ പോകുന്നു. ലോകത്തെ ഏറ്റവും മികച്ച വിങ്ങർമാരിൽ ഒരാളെന്ന ഖ്യാതിയോടെ ചെൽസിയിലെത്തിയ താരം 3.5 വർഷത്തെ നിരാശാജനകമായ പ്രകടനങ്ങൾക്കൊടുവിൽ കരാർ റദ്ദാക്കി ക്ലബ്ബ് വിടുകയാണ്. പ്രീമിയർ ലീഗിലെ ഏറ്റവും വലിയ ശമ്പളക്കാരനായിരുന്നിട്ടും ചെൽസിയുടെ നീല ജേഴ്സിയിൽ പ്രതീക്ഷിച്ച ചടുലതയോ പോരാട്ടവീര്യമോ പുറത്തെടുക്കാൻ സ്റ്റെർലിംഗിന് സാധിച്ചില്ല. സ്റ്റാംഫോർഡ് ബ്രിഡ്ജിലെ ആരാധകരെ ഒന്നടങ്കം നിരാശയിലാഴ്ത്തിയ ഒരു അധ്യായത്തിനാണ് ഇതോടെ തിരശ്ശീല വീഴുന്നത്. മാഞ്ചസ്റ്റർ സിറ്റിയിൽ കിരീടങ്ങൾ വാരിക്കൂട്ടിയ സ്റ്റെർലിംഗിന് 50 ദശലക്ഷം പൗണ്ട് എന്ന വൻ തുകയ്ക്കാണ് 2022 ചെൽസി സ്വന്തമാക്കിയത്. ആഴ്ചയിൽ 3 ലക്ഷം പൗണ്ടിലധികം പോക്കറ്റിലാക്കുമ്പോഴും കളിക്കളത്തിൽ അദ്ദേഹം ഒരു നിഴൽ മാത്രമായി ഒതുങ്ങി. 81 മത്സരങ്ങളിൽ നിന്ന് കേവലം 19 ഗോളുകൾ മാത്രമാണ് ഈ ഇംഗ്ലീഷ് താരത്തിന് നേടാൻ കഴിഞ്ഞത്. ചെൽസി നടത്തിയ വമ്പൻ നിക്ഷേപത്തിന് തത്തുല്യമായ ഒരു പ്രകടനം പോലും സ്റ്റെർലിംഗിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല എന്നത് ഒരു നഗ്ന സത്യമായി അവശേഷിക്കുന്നുണ്ട്. ഈ സീസണിൽ പരിശീലകൻ എൻസോ മരസ്കയുടെ പദ്ധതികളിൽ നിന്ന് പൂർണ്ണമായും പുറത്തായതോടെ സ്റ്റെർലിംഗിന്റെ അവസ്ഥ പരിതാപകരമായി. ടീമിനൊപ്പം പരിശീലനം നടത്താൻ പോലും അനുവാദമില്ലാതെ ഒരു സീനിയർ താരത്തിന് ഒട്ടും യോജിക്കാത്ത രീതിയിൽ തെനിച്ച് പരിശീലനം നടത്തേണ്ടി വന്നത് താരത്തിന്റെ കരിയറിലെ കറുത്ത പാടായി മാറി. ലിയാം റോസ്നിയുടെ കീഴിലും അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടതോടെ ക്ലബിൽ തുടരുന്നത് അപമാനകരമാണെന്ന് തിരിച്ചറിഞ്ഞ താരം കരാറിൽ 18 മാസങ്ങൾ ബാക്കി നിൽക്കെയാണ് ഉഭയസമ്മതപ്രകാരം പടിയിറങ്ങാൻ തീരുമാനിച്ചത്. വൻ പ്രതീക്ഷകളുടെ വന്ന സൂപ്പർ താരം എങ്ങനെ ഒരു ക്ലബിന്റെ ബാധ്യതയായി മാറുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് സ്റ്റെർലിംഗിന്റെ ചെൽസി കാലഘട്ടം. വമ്പൻ ശമ്പളവും മോശം പ്രകടനവും ഒത്തുചേർന്നപ്പോൾ ചെൽസിയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പരാജയപ്പെട്ട സൈനിങ്ങുകളിൽ ഒന്നായി ഇത് മാറുകയും ചെയ്തു. ഇനി ഏത് ക്ലബിലേക്കാകും ഈ വിങ്ങറുടെ യാത്ര എന്നതാണ് ഫുട്ബോൾ ലോകം ഇനി ഉറ്റുനോക്കുന്നത്.